നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഒരു സിനിമാ നടൻ മലയാളത്തിൽ ആദ്യമായി നേടുന്ന മോഹൻലാൽ, അല്ലെങ്കിൽ ഇത്രയും വർഷക്കാലത്തിനിടയിൽ രണ്ട് പേർക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. ഒന്ന് അടൂർ ഗോപാലകൃഷ്ണനും, അദ്ദേഹം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കളിയാക്കുന്ന, അതും ചങ്ക് കുത്തുന്ന രീതിയിൽ കളിയാക്കുന്ന മോഹൻലാലിനും. അത് ചിലപ്പോൾ കാലത്തിൻ്റെ ഒരു കണക്ക് തീർത്തതായിരിക്കാം. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം, അടൂർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ മോഹൻലാൽ വാങ്ങണമെന്ന് കാലം നിശ്ചയിച്ചതായിരിക്കാം. കാരണം മോഹൻലാലിനെ കാണുമ്പോൾ ഒരു നല്ല ഗുണ്ടയുടെ മുഖം തോന്നുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ മുന്നിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന സ്റ്റേജിൽ കയറി സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് വാങ്ങണമെന്ന് വിധി നിയോഗമായിരിക്കാം മോഹൻലാലിന്. ആരെക്കുറിച്ചും ഒന്നും പറയാത്തതാണ് മോഹൻലാൽ. പക്ഷേ അടൂരിന് ശരിക്ക് കൊള്ളത്തക്ക രീതിയിൽ ഒരൊറ്റ സെൻറ്റൻസ് പാതി വഴി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി കാണും, ബുദ്ധിമാനാണല്ലോ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംസ്ഥാന സർക്കാർ ഇത്രയും വിപുലമായി. എനിക്ക് പത്രം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു. കാരണം മോഹൻലാലിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ആദരവിൽ പങ്കെടുക്കാൻ വരുന്നവർ വരേണ്ട വാഹനങ്ങൾ എവിടെ നിർത്തണം, എവിടെ ആളെ ഇറക്കണം, എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് വരെ സർക്കാർ പത്രത്തിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അത്രയും വിപുലമായ രീതി ആരെയെല്ലാം ഒന്നിപ്പിക്കാമോ അവരെ എല്ലാവരെയും കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഹൈദരാബാദിലായതുകൊണ്ടായിരിക്കാം വരാത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തെയും കൊണ്ടുവന്നെ. വലിയ ഒരു ആദരവാണ് നൽകിയത്. ആകപ്പാടെ ഞാൻ വർത്താനം പറഞ്ഞത് കോൺഗ്രസ് മാത്രമാണ്. അല്ല, മോഹൻലാൽ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയതിനകത്ത് കേരള ജനത ഒട്ടാകെ സന്തോഷിക്കുന്നുണ്ട്. സർക്കാർ ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും മോഹൻലാലിൻ്റെ ചടങ്ങായതുകൊണ്ട് ഞങ്ങളത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോഹൻലാലിനെ കേരളം എല്ലാവരും സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു മഹാനടനാണ്. ഇതൊക്കെ ഇലക്ഷൻ വോട്ട് പിടിക്കാനായിട്ടാണ് മോഹൻലാലിന് ഈ ഇത്തരം വലിയൊരു പരിപാടി നടത്തിയതെന്നും ലാൽ സലാം എന്നൊക്കെ പേരിടുന്നത് പാർട്ടി പരിപാടി പോലെ മോഹൻലാലിനെ ഒരു പാർട്ടിക്കാരനായി ചാപ്പ കുത്തുന്നതാണെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല, അതുകൊണ്ട്. അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണ സാറിന് പാൽക്കെ കിട്ടിയപ്പോൾ ഈ കോൺഗ്രസ് ആണല്ലോ ഇവിടെ ഭരിച്ചോണ്ടിരുന്നത്. എന്താ ഇതുപോലെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കാത്തത്? അദ്ദേഹം അത് വൈഷമ്യത്തോടെ അവിടെ പറയുകയും ചെയ്തു, എനിക്ക് കിട്ടിയപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സേ, നിങ്ങളുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു വിവരവുമില്ല എന്നുള്ളതാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാലിനെ ശരിക്കും പഠിച്ചിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി സഖാവ് പ്രസംഗിച്ച ആ വാചകങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. സത്യജിത് റായ്, മൃണാൾ സെൻ, രാജ് കപൂർ, ദിലീപ് കുമാർ, ദിലീപ് എന്ന് പറഞ്ഞാൽ നമ്മളെ ദിലീപ് എന്ന് വിചാരിക്കും, ദിലീപ് കുമാർ, ദേവാനന്ദ്, ലതാ മങ്കേഷ്കർ, അമിതാഭ് ബച്ചൻ, ശ്യാം ബെന്നഗൽ മുതലായ പ്രതിഭകൾക്കൊപ്പം അമൂല്യമായ സിംഹാസനമാണ് മോഹൻലാൽ കരസ്ഥമാക്കിയത്. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. തിരനോട്ടം മുതൽ 48 വർഷമായി ലാൽ നമ്മോടൊപ്പം ഉണ്ട്. പ്രണയവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചുമറിയുന്ന വേഷപ്പകർച്ചകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നിത്യജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുക എന്നതുപോലും ചില മലയാളികളുടെ ശീലമായി. നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധികം താരങ്ങളില്ല എന്നാണ് പിണറായി സഖാവ് പറഞ്ഞത്. മലയാളിയുടെ അപരവ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന് ബ്രിട്ടീഷ് നരവംശ ശാസ്ത്രജ്ഞനായ ഫിലിപ്പോ ഒസല്ലയും കരോളിൻ ഒസല്ലയും എഴുതിയത് അതുകൊണ്ടാകാമെന്ന് പിണറായി പറഞ്ഞു. നമ്മുടെ വീട്ടിലെ ഒരംഗമായി, തൊട്ടയൽപക്കത്തെ പ്രിയപ്പെട്ട ഒരാളായി മലയാളികൾ അദ്ദേഹത്തെ കാണുന്നു. ജീവിതത്തിൽ സമരമുഖങ്ങളിലെല്ലാം തോറ്റുപോകുന്ന നിരായുധനായ പോരാളിയായ ചില കഥാപാത്രങ്ങൾക്ക് നെഞ്ചുലയ്ക്കും വിധം ലാൽ ജീവൻ പകർന്നപ്പോൾ പലരും ആ കഥാപാത്രങ്ങൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു. 1991 ഭാരതം, 1999 ഷാജി എൻ കരുണിൻ്റെ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ 2 തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ 4 തവണ ദേശീയ തലത്തിൽ മോഹൻലാൽ അംഗീകരിക്കപ്പെട്ടു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം
9 തവണയാണ് മോഹൻലാൽ നേടിയത്. പത്മശ്രീ, പത്മഭൂഷൺ, സർവകലാശാലകളുടെ ഡിലിറ്റ് ബിരുദങ്ങൾ, ലഫ്റ്റനൻറ്റ് കേണൽ പദവി തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ മോഹൻലാലിന് തേടിയെത്തി. അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമോദനം അറിയിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് പിണറായി ആ പ്രസംഗം അവസാനിപ്പിച്ചത്. ഖരഘോഷങ്ങളോടെയാണ് ആ മുഖ്യമന്ത്രിയുടെ മോഹൻലാലിനെ കുറിച്ചുള്ള വിലയിരുത്തൽ പ്രേക്ഷകർ സ്വീകരിച്ചത്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കുമെങ്കിൽ ഞാൻ പറയുന്നു, തിരുവനന്തപുരത്ത് പൂജപ്പുര പത്മരാജ സാർ അടക്കമുള്ള, നമ്മുടെ സംഗീത സംവിധായകൻ ജയചന്ദ്രൻ അടക്കമുള്ള, സുരേഷ് ഉണ്ണിത്താൻ അടക്കമുള്ള ഒരുപാട് സിനിമാക്കാരുടെ ആവാസ കേന്ദ്രമാണ് പൂജപ്പുര. ആ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മുടവൻമുകൾ എന്ന റോഡാണ്. കുറച്ച് മുന്നിലേക്ക് ചെന്നാൽ ഇടതുവശത്ത് കലാനിലയം കൃഷ്ണനായരുടെ വീട് കാണാം. കലാനിലയം ഡ്രാമ പ്രശസ്തമാണല്ലോ. അതവിടെയായിരുന്നു തനിനിറം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. അവിടെ നിന്നാണ്. അല്പം കൂടി മുമ്പോട്ട് ചെന്നാൽ ഇടതുവശത്ത് ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിൽ മുടവൻമുകൾ കൊട്ടാരം, അതായത് കവടിയാർ നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെ വിശ്രമ സങ്കേതം, ചരിത്രപ്രസിദ്ധമായ മിച്ചഭൂമി സമരത്തിന് സഖാവ് AKG മതിൽ ചാടിയ കൊട്ടാരം എന്ന് വേണമെങ്കിൽ ചരിത്രം പറയുന്നുണ്ട്. ഒപ്പം കേരളകൗമുദിയുടെ അന്നത്തെ ഫോട്ടോഗ്രാഫറായിരുന്ന NL ബാലകൃഷ്ണൻ, അല്ലെങ്കിൽ തടിയം ബാലകൃഷ്ണൻ എന്ന് വിളിക്കുന്ന NL ബാലകൃഷ്ണൻ AKGയോടൊപ്പം ചാടിയ കൊട്ടാരം. ബാലയണ്ണൻ നല്ല അടി വാങ്ങിക്കൂട്ടി അന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഞാൻ ആ കൊട്ടാരം കാണുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്യുന്ന ഭൂമിയിലെ രാജാക്കന്മാരിൽ ഭൂമിയിലെ രാജാക്കന്മാരിലെ നായകനായ മോഹൻലാലിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചത് ഈ കൊട്ടാരമായിരുന്നു. ഇപ്പം തരയൊന്നുമില്ല, കാരണം അത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ കൊട്ടാരം കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ ഇടതുവശത്ത് താഴേക്കൊരു വഴി പോകുന്നുണ്ട്, കുത്തിറക്കം. അവിടെയാണ് പ്രശസ്ത നിരൂപണ സാഹിത്യത്തിൽ, സിനിമാ നിരൂപണ സാഹിത്യത്തിൽ ആദ്യമായി ദേശീയ അവാർഡ് വാങ്ങിയ വിജയകൃഷ്ണൻ താമസിക്കുന്നത് ആ ഇറക്കത്തുള്ള വീട്ടിലാണ്. വലതുവശം അല്പം ഉയരത്തിലാണ്. ആ ഉയരത്തിലാണ് നമ്മുടെ കാസർഗോഡിൻ്റെ MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വീട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയാൽ വലത്തേക്ക് കയറിപ്പോകുന്ന ഒരു റോഡാണ്. ഇതങ്ങ് താഴെ പോയാൽ കരമന ആറായി, റെയിൽവേ ക്രോസായി. കന്യാകുമാരിയിലേക്ക് പോകുന്ന റെയിൽവേ ക്രോസ് അതിലൂടെയാണ് കടന്നു പോകുന്നത്. കരമന ആറിൻ്റെ കുറുകെ സഖാവ് VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ഇരുമ്പ് പാലം വന്നു. ചെറിയ കാറുകളും ബൈക്കുകളും ആ പാലത്തിലൂടെ അപ്പുറത്ത് പോകാം. അവിടെ കയറി ചെന്നാൽ പാപ്പനംകോട് എന്ന് പറഞ്ഞ സ്ഥലമായി. NH-47 ഈ പറയുന്ന പാപ്പനംകോട് വഴിയാണ് കടന്നു പോകുന്നത്. വേണമെങ്കിൽ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ പ്രശസ്ത സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോകാം. ഇത്രയും വിശദമായി ഈ റോഡിനെ പറ്റി പറഞ്ഞത് നേരത്തെ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും വിജയകൃഷ്ണന്മാരുടെയും വീട് കഴിഞ്ഞ് വലത്തോട്ട് പോകുന്ന റോഡ് തുടങ്ങുന്നിടത്ത് ആ റോഡിൻ്റെ പേര് കോർപ്പറേഷൻ കുറിച്ച് വച്ചിട്ടുണ്ട്. P. കേശവദേവ് റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. ആ റോഡ് നമ്മളൊരു 50 മീറ്റർ കയറിയാൽ ഇടതുവശത്ത് ഒരു ഒറ്റനില പഴയ, ഞങ്ങളുടെ നാട്ടിലൊക്കെ മാണിയർ എന്ന് പറയും, പണ്ടത്തെ മൊസൈക്കിട്ട വീടുകളെ പറയുന്നതാണ് മാണിയർ വീട്. അങ്ങനെ ഒരു മാണിയർ തറവാട് കാണാം. മഹാനായ P. കേശവദേവിൻ്റെ വീടാണത്. 42 വർഷം മുമ്പ് അദ്ദേഹം ഭാര്യയെയും ഏക മകനെയും അവിടെ ആക്കിയിട്ടാണ് ഈ ലോകം വിട്ടുപോയത്. കേശവദേവിൻ്റെ വീട്ടിൽ നിന്നും കഷ്ടിച്ച് ഒരു 25 മീറ്റർ മുന്നോട്ട് പോയാൽ വലതുവശത്ത് KSEBയുടെ ഒരു ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്. അതിന് KSEB ഇട്ടിരിക്കുന്ന പേര് വലിയ അക്ഷരത്തിൽ കുറിച്ച് വച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന 2 നില കെട്ടിടമാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ മോഹൻലാലിൻ്റെ വീട്. ആ വീടിനകം മുഴുവൻ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞ ദ്വൈവാരികയുടെ മോഹൻലാൽ സ്പെഷ്യൽ ഇറക്കാനായിട്ട്, അത് കവർ ചെയ്യാനായിട്ട് ഞാൻ 4 ദിവസം 4-5 ദിവസം ഞാനും ഫോട്ടോഗ്രാഫർ ശ്രീകുമാറും ആ വീട്ടിലെല്ലായിടവും സൂപ്പർ താരത്തിൻ്റെ വിരിച്ചിട്ടിരിക്കുന്ന ബെഡിലൊക്കെ ഇരുന്ന് ഞാൻ സ്റ്റില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ പോയി. നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നിടത്ത് ഒരു വലിയ കരിവീരൻ ആന, കറുത്ത തടിയിലുണ്ടാക്കിയ ഒരു ആന ഉണ്ടായിരുന്നു, ഒരാൾ പൊക്കത്തിൽ. അതിനടുത്ത് നിർത്തി മോഹൻലാലിൻ്റെ അമ്മയുടെ ഒരു പടം എടുക്കാൻ ഫോട്ടോഗ്രാഫർ K. ശിവകുമാർ വിളിച്ചു. ഒരു മടിയില്ലാതെ അമ്മ വന്നു നിന്നു. എന്നിട്ട്
മോഹൻലാൽ ചിരിക്കുന്നത് പോലെ ചിരിച്ചിട്ട് ആ അമ്മ പറഞ്ഞു, 2 കുട്ടിയാനകൾ എന്ന് ടൈറ്റിൽ ഇടണേ എന്ന് പറഞ്ഞു. അപ്പോൾ മോഹൻലാലിനെ പോലെ തന്നെ അമ്മയും പൊക്കം കുറവാണെങ്കിൽ നല്ല വണ്ണമുണ്ട്. അമ്മ പറയുകയാണ് 2 കുട്ടിയാനകൾ എന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇടാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് തോന്നി ഇതൊക്കെ ആയിരിക്കണം മോഹൻലാലിനും ആ നർമ്മബോധം വന്നതെന്ന്. ഇന്ന് അതുവഴി പോകുമ്പോൾ ഒരു വിഷമം തോന്നും എനിക്ക്. അച്ഛനെ അവിടെ സംസ്കരിച്ച ശേഷം, മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരെ എൻ്റെ പുറകിലാണ് സംസ്കരിച്ചത് ആ വേളയിൽ. അമ്മയെ ലാല് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. അച്ഛന് മുമ്പ് ജ്യേഷ്ഠൻ പ്യാരിലാലും മരിച്ചല്ലോ. ഇപ്പോൾ ആ വീട് ചരിത്രം സാക്ഷി എന്ന നിലയിൽ നിൽക്കുന്നു. വീടിൻ്റെ പുറകിൽ മോശമല്ലാത്ത ഒരു കാർ ഷെഡ്, അതിൽ ചില കാറുകൾ നിരന്ന് കിടക്കുന്നു. പി കേശവദേവിൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായി പോയത് അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ജ്യോതി ദേവിനെ കാണാനാണ്. ഒരു സന്ധ്യയ്ക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പോയത്. നമ്മുടെ നടി മല്ലിക ചേച്ചി നിർബന്ധിച്ച് അയച്ചതാണ് എന്നെ അവിടെ. എൻ്റെ സീരിയൽ വലയത്തിൽ അവരായിരുന്നല്ലോ നായിക. ആ സമയത്ത് എനിക്ക് നല്ല വെള്ളദാഹമുണ്ട്. ഞാൻ അപ്പോഴപ്പോഴാണ് വെള്ളം വാങ്ങി കുടിക്കും. അത് ശ്രദ്ധിച്ച മല്ലിക ചേച്ചി എന്നോട് പറഞ്ഞു, ദിനേശ് സാറേ, ഷുഗറിൻ്റെ ആരംഭമാണോ എന്ന് തോന്നുന്നു, സൂക്ഷിക്കണം. ആരംഭമാണെന്ന് തോന്നണം, സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. സാറേ, നമ്മുടെ ഒരു പയ്യനുണ്ട് കേട്ടോ, ജ്യോതി, നമ്മുടെ കേശവദേവ് സാറിൻ്റെ മോനാണ്. ഞാൻ ഒന്ന് ഞെട്ടി, കേശവദേവിൻ്റെ മകനാണ്. നമ്മൾ ഓടയിൽ നിന്നടക്കം എത്ര അല്ലേ, റൗഡി അടക്കം എത്ര പുസ്തകം വായിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ്. സാറേ, പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല, പക്ഷേ ഞാൻ വേണമെങ്കിൽ ടൈം വാങ്ങിത്തരാം, സാർ പോകണം. അങ്ങനെ ഞാൻ പോയി. ഷുഗർ സ്ഥിരീകരിച്ചു. ഡോക്ടർ ജ്യോതി ദേവുമായുള്ള ആ ബന്ധം 24 വർഷമായി ഇന്നും സുഖവുമായി തുടരുന്നു. അദ്ദേഹം എന്നെപ്പറ്റി പറയുന്നത് ഞാൻ എക്സസൈസ് ചെയ്യില്ല, നടക്കില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ അദ്ദേഹം പറയൂ. പക്ഷേ അദ്ദേഹം എന്നെക്കുറിച്ച് പറയുന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നല്ല രോഗികളിൽ ഒരാളാണ് ഞാനെന്നാണ്. കാരണം ഷുഗറുള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത പുകവലിക്കില്ല, നോൺ പോലും കഴിക്കില്ല, മദ്യപിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നെ പറയുന്ന നല്ല രോഗി എന്നാണ്. ജ്യോതിദേവ് ഡയബറ്റീസ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്ന അതൊക്കെ മാറ്റിയിട്ട് വലിയ സ്ഥാപനമായിട്ട് വളർന്നു. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വീട്ടിൽ നിന്ന് മാറ്റി വലിയ ഹൈടെക് ആശുപത്രിയാണ്. നമ്മുടെ ആൾ ബോഡി ചെക്ക് ചെയ്യാം, അതാണ് എനിക്കുള്ളൊരു ധൈര്യം. അദ്ദേഹത്തെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിലെ കാല് മുതൽ കണ്ണ് വരെയുള്ള എല്ലാ ഭാഗവും അവിടെ ചെക്ക് ചെയ്യും. എൻ്റെ വിശ്വാസ കേന്ദ്രമാണ് ജ്യോതിദേവ് കേശവദേവ് ഡയബറ്റീസ് സെൻറ്റർ എന്ന് പറയാം. ജ്യോതിദേവ് ഡയബറ്റീസ് സെൻറ്ററിൻ്റെ തറക്കല്ലിട്ടത് മോഹൻലാലാണ്, പാർട്ണറുമാണ് മോഹൻലാൽ, ആ ആശുപത്രിയുടെ ഷെയർ ഹോൾഡറാണ്. ഇത്രയും വിശദമാക്കിയത് മോഹൻലാലും ജ്യോതിദേവും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റി പറയാനാണ്. പട്ടിക്കാടായിരുന്ന വലിയ വാഹന സൗകര്യം ഇല്ലാത്ത മുടവമുകളിൽ കേശവദേവാണ് ആദ്യമായിട്ട് വീട് വെച്ചത്. പിന്നാലെ മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായർ സ്ഥലം വാങ്ങി വീട് വെച്ചു. ഹിൽ വ്യൂ എന്ന് വീടിന് പേരിട്ടു. അവിടെ വരുമ്പോൾ മോഹൻലാലിന് 3 വയസ്സ്, ഇന്ന് മോഹൻലാലിന് 65 വയസ്സ്. അപ്പോൾ 62 വർഷമായിട്ട് മോഹൻലാൽ താമസിച്ച വീടാണ് ഹിൽ വ്യൂ. 1978 തിരനോട്ടം ചിത്രീകരണ തുടക്കം കുറിച്ചത് ഈ റോഡിലും ഹിൽ വ്യൂ എന്ന മോഹൻലാലിൻ്റെ വീട്ടിലുമായിട്ടായിരുന്നു. ഏതാണ്ട് സമപ്രായക്കാരായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ ശാന്തമ്മയും ജ്യോതിദേവിൻ്റെ അമ്മ സീതാലക്ഷ്മിയും. രണ്ടുപേരും പ്രായത്തിൻ്റെയും അസുഖത്തിൻ്റെയും പിടിയിൽ അകപ്പെട്ടു പോയി. സീതാലക്ഷ്മി ദേവിനെ കാണാൻ തിരുവനന്തപുരത്ത് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ മോഹൻലാൽ ചെല്ലുമായിരുന്നു. അപ്പോൾ നല്ല ഓർമ്മ പശുകൊണ്ട്, അൾസിമേഴ്സാണെന്ന് അറിയില്ല, നല്ല ഓർമ്മ പശുകൊണ്ട് അവർക്ക്. അപ്പോൾ പക്ഷെ മോഹൻലാലിനെ കണ്ട അപ്പോൾ അവർക്ക് മനസ്സിലാവും, ലാലേ ശാന്തമ്മയെ കൊണ്ടുവരണമെന്ന് അപ്പം പറയും. അപ്പോൾ ഓർമ്മയുണ്ട്, മോഹൻലാലിനെയും ശാന്തമ്മയൊക്കെ അവർക്ക് ഓർമ്മയുണ്ട്. ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട്, എന്നാലും മോഹൻലാലിനെ കാണുമ്പോൾ ആ അമ്മ പുഞ്ചിരിക്കും, പല കാര്യങ്ങൾ പറയും. അപ്പോൾ മോഹൻലാലിൻ്റെ കണ്ണുകൾ നനയും. ഇപ്പം മോഹൻലാലിൻ്റെ അമ്മയും തലസ്ഥാനത്തുണ്ട്, പക്ഷേ ഇരുവർക്കും പോയി കാണാനാവാത്ത ആരോഗ്യാവസ്ഥയിലാണ്. മോഹൻലാലിൻ്റെ ഹിൽ വ്യൂ മ്യൂസിയം ആക്കണമെന്ന പക്ഷേക്കാരനാണ് ജ്യോതിദേവ്. മോഹൻലാൽ വളർന്ന വീട്, ആദ്യ ചിത്രം ചിത്രീകരിച്ച വീട്, മഞ്ഞിലുരിഞ്ഞ പൂക്കൾക്കായി പോയ വീട്, വാടക വീട്ടിൽ നിന്നും അച്ഛൻ ആദ്യമായി വച്ച വീട്. ഒരു പേഷ്യൻ്റ് ലിസണറാണ് മോഹൻലാൽ എന്നാണ് ജ്യോതിദേവ് പറയുന്നത്.
തൻ്റെ മുന്നിൽ വന്നിരുന്ന് ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ കേൾക്കുന്നയാളാണ് മോഹൻലാൽ എന്ന് ജ്യോതിദേവ് പറയുന്നു. മറ്റൊരാൾ പറയുന്നത് ക്ഷമയോടെ ക്ഷമിച്ചിരിക്കുക എന്നതും ഒരു കലയാണെന്ന് വിശ്വസിക്കുന്ന ആളാണത്രേ മോഹൻലാൽ. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നാം നൽകുന്ന പ്രാധാന്യമാണ് ഈ കേട്ടിരിക്കലിലെ നന്മ എന്നും ഞാൻ കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, കേട്ടിരിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു മോഹൻലാൽ എന്നാണ് പറയുന്നത്. മോഹൻലാലും ജ്യോതിദേവും അടുത്തിടെ മുഖാമുഖം കണ്ടിരുന്നോ എന്നെനിക്കറിയില്ല. വല്ലപ്പോഴും മാത്രം ആശുപത്രിയിൽ എത്തുന്ന ശീലമായിരിക്കുന്നു ഇപ്പോൾ ജ്യോതിദേവിന്. അദ്ദേഹം തന്നെ എൻ്റെ റിസൾട്ടുകൾ അദ്ദേഹം തന്നെ പരിശോധിക്കണം, എനിക്ക് അദ്ദേഹം തന്നെ ചെക്ക് ചെയ്യണം, അദ്ദേഹം തന്നെ മരുന്ന് തരണം എന്ന് വാശി പിടിക്കുന്ന എന്നെ പോലെയുള്ളവരെ മാത്രമേ ഇപ്പോൾ അദ്ദേഹം കാണുന്നുള്ളൂ. ബാക്കി ദിവസമൊക്കെ വിദേശത്തെ പല സർവകലാശാലകളിലും ക്ലാസ് എടുക്കലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പണി. ഞാൻ ഈ കഴിഞ്ഞ തവണയോ അതിൻ്റെ മുമ്പത്തെ തവണയോ ചെല്ലുമ്പോൾ എന്നെ പറഞ്ഞു, സാറേ സാറിൻ്റെ നിന്ന് വേണമെങ്കിൽ എനിക്ക് പിഴിഞ്ഞൊരു 1000 രൂപ വാങ്ങാം കൺസൾട്ട് ചെയ്യുന്നതിന്. ഇപ്പം ഞാൻ വാങ്ങുന്നത് 700 രൂപയാണ്. 1000 രൂപ സാറ് തരും. ഒരു ദിവസം ഞാനിവിടെ ഒരു 10 പേരെ നോക്കിയാൽ എനിക്ക് 10,000 രൂപ കിട്ടും. പക്ഷേ 1 മണിക്കൂർ വിദേശത്ത് ക്ലാസ് എടുത്താൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടും സാറേ, അതുകൊണ്ടാണ് ഞാൻ പോണത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് പരാതിയൊന്നുമില്ല, പക്ഷേ നിങ്ങൾ 6 മാസം കഴിഞ്ഞ് വന്നാലും ശരി, ആ വരുന്ന ദിവസം എന്നെ നോക്കണം, എനിക്ക് വേറെ ആരും ഇവിടെ ഉള്ള ഒരു ഡോക്ടർ നോക്കണ്ട എന്ന് ഞാൻ വാശി ചടിക്കാറുണ്ട്. എനിക്ക് എന്തോ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ മൊത്തം എവൺസിയും കുന്തും കുടച്ചക്രവും എല്ലാം പരിശോധിച്ചിട്ട് ആ ലെറ്ററുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ആ റിസൾട്ടുകൾ വെച്ചിട്ട് അദ്ദേഹം കൂടെയുള്ള സഹപ്രവർത്തകരുമായി ഡിസ്കസ് ചെയ്തിട്ട് എൻ്റെ മരുന്നുകൾ എങ്ങനെ മാറ്റണം, ആരാണ് ഇനി കുറേ ദിവസത്തേക്ക് ദിനേശ് സാറിനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ, ഞാനൊരു മടിയനായതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് അവിടുന്ന് ഒരാൾ കൃത്യമായി വിളിച്ച് എൻ്റെ റിസൾട്ടുകളൊക്കെ വാങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ അദ്ദേഹം എന്നെ നോക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലും ജ്യോതിദേവും അടുത്ത കാലത്ത് കണ്ടിരിക്കാൻ വഴിയില്ല. നന്ദി, നമസ്കാരം.